Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ മുട്ടക്കറി ആട്ടെ, അതുപോലെ ചിക്കൻ, മട്ടൻ, ബീഫ് ഏത് കറിയിലും അതെ നല്ല അടിപൊളിയാണ്. ഇത് ഒരൊറ്റ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോയിട്ട് എയർ ഫ്രയറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മല്ലിയാണ്. പച്ചമല്ലി ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണ്. അതൊരു 4 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു പൊടി ഇവിടെ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാനിത് കുറച്ചായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇത് എത്ര ഉണ്ടാക്കി വെച്ചാലും പൂപ്പൽ പിടിക്കുക കേടാവുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നോമ്പൊക്കെ വരുന്നത്, മിക്ക ദിവസം നമുക്ക് ഇറച്ചി കറികളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ ട്രേയിലേക്കാണ് ഈ മല്ലി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ മേലത്തെ ട്രേ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് 180 ഡിഗ്രിയിൽ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ്. ഇനി 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിന് ഇതിൻ്റെ അളവൊന്നും കൂട്ടിയെടുത്തേക്കെടുത്തിട്ടോ, ഇത്രേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത്, ഒരു 6-7 ഗ്രാമ്പൂ, ഒരു 3 കഷ്ണം പട്ട, ഒരു 3 ഏലക്കായുടെ അളവൊന്നും കൂട്ടിയെടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 സ്റ്റാർ, പിന്നെ ഒരു 6 മുളക്, ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൽ നമ്മൾ 5 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അതായത് മല്ലി കുറച്ചധികം ഒന്ന് വറുത്തെടുക്കാണ്ട്, അതുകൊണ്ടാണ് ആദ്യം മല്ലി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി അതിലേക്ക് ഒന്ന് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ നിന്ന് മുളക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് ഇതിൻ്റെ കൂടെ ഇടേണ്ട. കാരണം എന്താ വെച്ചാൽ മുളക് നമുക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതുകൊണ്ടാണ് മുളക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ബാക്കി 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് ആയതിൻ്റെ ശേഷം വീണ്ടും തുറക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ വറ്റൽ മുളകില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള 1 മിനിറ്റും കൂടി അങ്ങ് കുക്ക് ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ എയർ ഫ്രയറിലായതുകൊണ്ട് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിതിപ്പോൾ പാൻ വെച്ച് വറുത്തെടുക്കുകയാണെന്നെങ്കിൽ കരിഞ്ഞു പോണ പേടി, അതുപോലെ തന്നെ സ്ലോ ആക്കി വെക്കണം. ഇതങ്ങനെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഒന്നിച്ചങ്ങിട്ട് കൊടുക്കാം. ഇത് അളവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഒറ്റ ട്രിപ്പിൽ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വറക്കുന്നതിലൊന്നും മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒന്നും കൂടി മിക്സി ഒന്ന് അങ്ങ് കറക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അടിപൊളി ഇറച്ചി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ട റോസ്റ്റ് ആയാലും ബീഫ്, ചിക്കൻ, മട്ടൻ ഏതിലും ഒരൊറ്റ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം സൂപ്പർ ടേസ്റ്റാണ് ഇത് വെച്ച് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഞാനിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി എടുത്തതാണ് കേട്ടോ. അപ്പോഴാണ് എത്ര കാലമായാലും നമുക്ക് പൂപ്പലൊന്നും പിടിക്കാതെ ഇത് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉണ്ടല്ലോ, കറികളൊക്കെ വെക്കുമ്പോൾ ഈ ഒരു മസാല ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിട്ടോ. വേറെ മസാലയുടെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് നമ്മളെല്ലാതും ഇതിൽ ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.